വ്യത്യസ്തമാണ്. അവര് തന്നെത്താൻ അടിമയായേക്കാം. മനസ്സിലായ? നിന്നെ ഞാൻ പിടിച്ചു കെട്ടി ഇവിടെ ഇടുന്ന പോലെയല്ല, നീ തന്നെ നിന്നെ പിടിച്ചു കെട്ടി നിനക്ക് ദുരന്തം ഉണ്ടാക്കുമെന്നും പറഞ്ഞാൽ നീ ഇരിക്കുന്നത്. വല്ല രക്ഷയുണ്ടാ? ഇതാണ് ഈ പേപ്പറുകൾ കാണിക്കുന്നത്. മനസ്സിലായ? അപ്പൊ ചെറുപ്പക്കാരനെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചെറുപ്പം എന്ന് പറയുന്നത് നടക്കുന്ന കാര്യങ്ങളിൽ പെട്ടുപോകാതെ തെളിച്ചത്തിൽ ഇരിക്കാൻ സാധിക്കുന്നതാണ് ചെറുപ്പക്കാരൻ. കാരണം അവന് ജീവിതമുള്ളൂ. അപ്പോൾ ഭയങ്കര രസമല്ലേ നമ്മൾ മൈത്രിയുടെ ടോക്ക് തന്നെ. ഇന്നിപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന കംപ്ലീറ്റ് മൈത്രീനെ ഹൈലൈറ്റ് ചെയ്യണം. കാരണം ജയശ്രീ വിഷമിച്ചില്ലേ? അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയായിട്ട് സംസാരിക്കുമ്പോൾ വിഷമിക്കാറില്ലേ? അടിമഴക്ക് കൂടാറില്ലേ? വിഷമിക്കും ആൾക്കാര്. ഈ വിഷമമൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്. ഈ വിഷമത്തെ എങ്ങനെ ഒരുമിച്ചിരുന്ന് തരണം ചെയ്യാൻ പറ്റുന്നു, അതിലാണ് കാര്യം ഇരിക്കുന്നത്. മനസ്സിലായോ? ഇപ്പോഴും കൂടെ ഉണ്ട്. ഒരു ജയശ്രീ വിഷമിച്ചു. ആ ജയശ്രീ വിഷമിക്കാനുള്ള കാരണം എന്താണ്? നമ്മുടെ പാരമ്പര്യമായിട്ട് പരമ്പരാഗതമായിട്ടുള്ള മനുഷ്യനെ അടിമയാക്കി വെച്ചിരിക്കുന്ന വ്യവസ്ഥ ജയശ്രീയിലുള്ളത് കൊണ്ട്